ഇതിപ്പോ രാത്രി 7 മണി 8 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 4 മണി 5 മണിക്കൊക്കെ കയറി പോവാം ആന. പിന്നെ ഇവിടെ നിൽക്കുന്ന വെച്ചാൽ സാധാരണ കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നവരാ. പിന്നെ വൈകുന്നേരം ഒരു 6 മണി പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്നിട്ട് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വിളിച്ചാൽ വരെ വണ്ടിക്കാർ വരാൻ പേടിയാ. കുഞ്ഞിരാമേട്ട എൻ്റെ വീട്ടിലിതുപോലെ ആന വന്ന് അടുക്കള കയറി അയാളെ കുത്തി പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആകെ കുത്തി പൊളിച്ച് ഓട്ടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അയാൾ കുറേ ഹോസ്പിറ്റലൊക്കെ കിടന്ന് പിന്നെ കെട്ടാണ്. ആന വന്ന് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടി വീടിൻ്റെ പുറകു കൂടിയൊക്കെ പറയുകയാണ് ആ വീട് പൊളിയായിരുന്നു. അപ്പോൾ അവിടെ അതുപോലെ അവരെ വീടിൻ്റെ പുറകു കൂടി ഒരിക്കൽ വന്നിട്ട് ഈ പിന്നെ ടാങ്ക് വെച്ചിരുന്നു. ടാങ്ക് വെച്ച് സ്റ്റാൻഡും ഉണ്ടായിരുന്നു. ഒരിക്കൽ അതിൽ കൂടി വന്ന് ടാങ്ക് സ്റ്റാൻഡ് ഇത് മുഴുവൻ കുത്തി മറിച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇറ്റേക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാനുമില്ല, ഒന്നുമില്ല. ബാക്കിൽ കൂടെ വന്നിട്ട് ഇതൊക്കെ രാത്രി ഇരുട്ടതേ ബാക്കിൽ വന്ന് നിന്നാ കാണൂലല്ലോ, അറിയില്ല. അങ്ങനെ ജീവൻ കയ്യെ പിടിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഓരോരുത്തരും താമസിക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വൈത്തിരി പഞ്ചായത്തിൽപ്പെട്ട തൈലക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. വൈത്തിരി പഞ്ചായത്തിലെ 7ാമത്തെ വാർഡാണ് ഈ ഒരു പ്രദേശം. ഇവിടെ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടില്ല, കുറേ കാലമായിട്ട് ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന വരാറും ആളുകളുടെ കൃഷി നശിപ്പിക്കാറും അതുപോലെ തന്നെ ആളുകളുടെ വീടിൻ്റെ മുൻവശത്തോട്ട് വരാറും വീടിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാറും ഒക്കെയുണ്ട്. പല ആളുകളും തലനാഴിക്കാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നിരവധി ആളുകൾ ഇവിടെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ള പ്രദേശമാണ്. പല ആളുകളും മിച്ചഭൂമിയാണിത്. അപ്പോൾ പല ആളുകളും അങ്ങനെ ഒരു 100-150 കുടുംബം ഇങ്ങനെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിരന്തരമായിട്ട് കാട്ടാന വരുന്നുണ്ട്. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഇറങ്ങി ഒരു വീടിൻ്റെ മുമ്പിലൊക്കെ ഇറങ്ങി ഒരാളുടെ നേരെയൊക്കെ ചെല്ലുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത് നമ്മളൊന്ന് നേരിട്ട് പോയി ഒന്ന് കാണാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വൈത്തിരി പഞ്ചായത്തിലെ തൈലക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ മുൻവശത്താണുള്ളത്. നമുക്കിവിടെ ഈ മുൻവശത്ത് തന്നെ കാൽപ്പാടുകളും കാര്യങ്ങളും ഒക്കെ കാണാം. ഇതുണ്ടോ വീടിൻ്റെ മുറ്റത്ത് കംപ്ലീറ്റ് കാൽപ്പാടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് സംഭവം കിട്ടിയേക്കുന്നത് കേട്ടോ. ഇവരുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ ഒരു സംഭവം എല്ലാം നടന്നേക്കുന്നത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് വിമല. ഇത് ഇവിടെ ഭയങ്കര കാട്ടാന ശല്യമാണോ? ഇവിടെ കാട്ടാന ശല്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-16 വർഷമായി. അന്ന് മുതൽ ഞങ്ങളിങ്ങനെ പറയുന്നതാണ് ഈ കാട്ടാന വരുന്നതും പിന്നെ ഉപദ്രവിക്കുന്നതും അതുപോലെ കൃഷികൾ നശിപ്പിക്കുന്നതും. ഇവിടെയൊക്കെ ഇപ്പോൾ പളനിസ്വാമിൻ്റെ അവിടെ തന്നെ കഴിഞ്ഞ 3 ദിവസം മുന്നേ ഇവിടെ വന്നതാ. അപ്പോൾ അവിടെ ഓനെ ഏലം ഒക്കെ നട്ടിട്ടുണ്ട്. ആ ഏലത്തിൻ്റെ കായൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ടാണ് അവ ജീവിക്കുന്നത്. ഓനെ ഒരാൾക്ക് മാത്രമേ പണിയുള്ളൂ. 2 മക്കളുണ്ട്, ഒരു മോള് കെട്ടിക്കാനായതാണ്, പിന്നെ ഒരു ചെറിയ കുട്ടി സ്കൂളിൽ പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ കെട്ടാണ്. ആന വന്ന് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടി വീടിൻ്റെ പുറകു കൂടിയൊക്കെ പറയുകയാണ് ആ വീട് പൊളിയായിരുന്നു, ഈ ഷീറ്റൊക്കെ പൊളിഞ്ഞു പോയിരുന്നു. അപ്പോൾ പിന്നെ ആരോ വിളിച്ചിട്ട് അത് ഉണ്ടാക്കിയതാ. പിന്നെ ഇവിടെ അവരാണ് മോനെ വിളിച്ചത്, പളനിസ്വാമി ഭാര്യയും മക്കളും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ പുലർച്ചയ്ക്ക് 4 മണിക്ക് 5 മണിക്ക് ഒക്കെ ഇവിടുന്ന് ജോലിക്ക് ടിപ്പറിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാത്രി 7 മണി 8 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 4 മണി 5 മണിക്കൊക്കെ കയറി പോവാം ആന. പിന്നെ ഇവിടെ നിൽക്കുന്ന വെച്ചാൽ സാധാരണ കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നവരാ. പിന്നെ വൈകുന്നേരം ഒരു 6 മണി പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്നിട്ട് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വിളിച്ചാൽ വരെ വണ്ടിക്കാർ വരാൻ പേടിയാ. ഇവിടെ ഇപ്പോൾ പിന്നെ ഒരാളുണ്ടായിരുന്നു, കുഞ്ഞിരാമേട്ടൻ നമുക്ക്, കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വർഷമാണ്. കുഞ്ഞിരാമേട്ട എൻ്റെ വീട്ടിലിതുപോലെ ആന വന്ന് അടുക്കള കയറി അയാളെ കുത്തി പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആകെ കുത്തി പൊളിച്ച് ഓട്ടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അയാൾ കുറേ ഹോസ്പിറ്റലൊക്കെ കിടന്ന്. അതിപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് എടുത്തായി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ 6
ജോലിക്ക് പോയിട്ടൊക്കെ വരുന്ന ആൾക്കാർ 5 മണി 6 മണിക്കൊക്കെയാണ് ചിലവർ ആണുങ്ങളൊക്കെ വരിക. പെണ്ണുങ്ങൾ പിന്നെ 4 മണിയാകുമ്പോഴേക്കൊക്കെ വരും. എന്നാലും വൈകുന്നേരം വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുവരാൻ സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴേക്കും 6:30 അപ്പൊ പേടിയാ. എവിടെങ്കിലും എവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അറിയില്ലല്ലോ. അങ്ങനെ ജീവൻ കയ്യെ പിടിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഓരോരുത്തരും താമസിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഞങ്ങൾ ഒരുപാട് MLA-നോടും അതുപോലെ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നൊന്നും ഒരു അനുകൂലമായ ഒരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈത്തിരി തൈലക്കുന്ന്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു അനുകൂലമായ മറുപടി അവരെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇവിടെ ഇപ്പോൾ ആന വരുന്ന സമയത്ത് വേഗം ഫോറസ്റ്റിനെ വിളിക്കും. ഫോറസ്റ്റിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാരാത്രി ആയാലും അവർ ഓടി വരും കേട്ടോ. ഓടി വന്ന് അവർ ചെയ്തത് നമ്മൾ ചെയ്തെന്ന് പറയണല്ലോ. അപ്പോൾ അവർ ഓടിപ്പാഞ്ഞ് വരും. ഓടിപ്പാഞ്ഞ് വന്നിട്ട് അവർ 1-2 പടക്കം പൊട്ടിക്കും. ഇതിപ്പോൾ ഇതിലേ വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് എൻ്റെ വീട്ടിനടയ്ക്ക് കയറാൻ നോക്കുമ്പോഴേക്കാണ് ഫോറസ്റ്റ് വന്നത്. ആന അതിലെ അതാ അവിടെ കിടിഞ്ഞിട്ടുണ്ട്. ഇതിലേ വന്ന അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പൊ ഫോറസ്റ്റ് വന്ന് അപ്പോൾ തിരിഞ്ഞ് ഇതിലേ അങ്ങോട്ടാ പോയി. ഒരാനയാണ് സ്ഥിരം വന്നിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ മിഞ്ഞാന്ന് വന്നത് ഒരു മുഴയാനയും വേറെ 2 ആനയാണ് വന്നത്. ഇതിപ്പോ എന്തായാലും ഇപ്പോ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടിയിട്ട് ഇത് 100-150 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം അത്. അപ്പൊ പാർട്ടിക്കാരെ കൊണ്ട് പറഞ്ഞിട്ട് രാഷ്ട്രീയപരമായിട്ട് അവർ നോക്കുന്നുണ്ട്. അവരൊക്കെ ഈ പാർട്ടിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും കഴിവിന്റെ പരമാവധി MLA-നെ കണ്ടു പറഞ്ഞിട്ടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ടും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം അങ്ങോട്ട് പറയാന്നല്ലാതെ പറഞ്ഞത് കേൾക്കാന്നല്ലാതെ അതിനൊരു അനുകൂലമായ മറുപടി ഇതുവരെ ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് എവിടെയുള്ള? ഫോറസ്റ്റ് തളിമല മുകളിലേക്ക് പക്ഷെ വീടുകളൊക്കെ ഇല്ല. മുകളിലേക്ക് വീടുകളുണ്ട്. എസ്റ്റേറ്റ് പാടിയൊക്കെ. പക്ഷെ അവിടുന്ന് നേരെ വരുന്നത് ഇവിടേക്കാണ്. ഇവിടെ വന്നിട്ട് അവിടെ ലാൻഡ് ചെയ്യും. അവിടെ കുറെ മുളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടയൊക്കെ അത് തിന്നാനാ തോടിന്റെ സൈഡ്. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ഇനിയിപ്പോ നിങ്ങളൊക്കെ ചാനലിൽ ഇപ്പൊ മെനിഞ്ഞാന്ന് ഒരു കൂട്ടർ വന്നിരുന്നു. അവരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. അപ്പൊ എന്തായാലും ബന്ധപ്പെട്ട അധികാരികളെ മുന്നിൽ ഇതൊന്ന് വെച്ച് ഞങ്ങളെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം തരുന്ന രീതിയിൽ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. വീണ്ടും മുറ്റത്ത് വന്നിട്ട് ഇതിൽ നടന്നല്ലാതെ വേറെ എന്തെങ്കിലും നാശനഷ്ടം വരുത്തി? ഞാൻ പറഞ്ഞില്ല, ഏലം ഉള്ളതേ ഏലക്കായി പറിച്ചിട്ട് കഴിഞ്ഞ അന്ന് ഞാൻ വന്നപ്പോ 3-4 ദിവസം മുന്നേ ഏലം പറിച്ച് അവൻ വിറ്റിട്ടുള്ളൂ. അങ്ങനെ അവൻ ജീവിക്കുന്നത്. കൊണ്ടുപോയി വിറ്റ് എന്നിട്ട് പച്ചാനെ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് വിറ്റിട്ട് അവിടുന്ന് അത് അവന്റെ ജീവിത മാർഗമാണ് അവിടെ നശിച്ചു പോയത്. അവിടെ കുറെ ഏലം ഉണ്ട് ആ ഭാഗത്ത് മുഴുവൻ. അതെല്ലാം ചവിട്ടി പീച്ചി നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറെ ഏലം ഉണ്ട്. അതിൽ കൂടെയാ ചാടി ഇറങ്ങി. അതുപോലെ അവിടെ റസിയാന്റെ വീട് ആണ് പോകുന്നത്. അവിടെ റസിയാന്റെ ഒരു വീടുണ്ട്. അയാൾ എഡി എന്ന് പറയുമ്പോൾ അയാൾ 2 കാലിനും ഓപ്പറേഷൻ ചെയ്തിട്ട് കിടക്കുന്നതാ. അപ്പോൾ ഓരോ വീട്ടിലും അവിടേക്ക് ചാടി ഇറങ്ങി വാതിൽ തുറക്കാത്തതുകൊണ്ട് ഭാഗ്യം. അവിടെ ചാടി ഇറങ്ങി ആ മുറ്റൊക്കെ ഒരുപാട് കിടങ്ങ് പോലെ ഒരു കുഴിയൊക്കെ ആക്കി ഒന്ന്. രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവരെ അവിടെ തൂത്തുതാത്തുണ്ട്. ഇത് ഇവന്റെ അമ്മൂമ്മയാണ്. അപ്പോൾ അവിടെ അതുപോലെ അവരെ വീടിന്റെ പുറകെ കൂടി ഒരിക്കൽ വന്നിട്ട് ഈ ടാങ്ക് വെച്ചിരുന്നു. ടാങ്ക് വെച്ച് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഒരിക്കൽ അതിൽ കൂടി വന്ന് ടാങ്ക് സ്റ്റാൻഡ് ഇത് മുഴുവൻ കുത്തി മറിച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇറ്റേക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാനുമില്ല, ഒന്നുമില്ല. ബാക്കിൽ കൂടെ വന്നിട്ട് ഇതൊക്കെ രാത്രി ഇരുട്ടതേ ബാക്കിൽ വന്ന് നിന്നാ കാണൂലല്ലോ. അറിയില്ല. അപ്പോൾ ഇത് വരുമ്പോൾ അറിഞ്ഞ എങ്ങനെ ചെറിയ പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ഈ ആന ഇറങ്ങിയെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നൊക്കെ മെസ്സേജ് വരും. അവിടെ ആൾക്കാർ വിളിക്കും, പുറത്തിറങ്ങണ്ട ആന വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പരസ്പരം ഇവിടെ താമസിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കൊടുത്തിട്ട് അറിയാന്നല്ലാണ്ട് ആ മെസ്സേജ് മുകളിൽ ആ പാടീൻ്റെ അടുത്തൊക്കെ ഇതിൽപ്പെട്ട ഭൂമികളാ, അതിൽപ്പെട്ട ആൾക്കാരും താമസിക്കുന്നുണ്ട്. അവർ വിളിക്കും, താഴേക്ക് വിളിക്കും, പുറത്താരും ഇറങ്ങണ്ട ആന മേലിന്ന് ഇറങ്ങിയിട്ടുണ്ട് പറയും. ഇവിടെ ആന അവിടെ വരാതെ ഇവിടെ തോട്ടുകൂടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറയും. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പം ഞങ്ങളെ ജീവൻ നിലനിൽക്കുന്നത്. ഇപ്പം ഇതുകൊണ്ട് ഇത്രയും കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതൊരു ശാശ്വത പരിഹാരമല്ലല്ലോ ഇത്. അപ്പം എന്തായാലും ഇതിപ്പോൾ ഈ ചാനൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇട്ട് കൊടുത്ത് MLA-ൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അല്ല മന്ത്രിൻ്റെ MLA അല്ല മന്ത്രിയല്ലേ ഇപ്പോൾ, മന്ത്രിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഫെൻസിങ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. പിന്നെ അതിൻ്റെ കറണ്ട് ഇതൊക്കെ പോയിട്ട് പിന്നെ ആന അതിൻ്റെ മേലെ കൂടി പോകലോടി. അതൊക്കെ ശരി.
അപ്പം എന്തായാലും ഇനിയൊരു ദുരന്തം ഇവിടെ വരാതെ, എന്തായാലും ഒരു ദുരന്തം ഇവിടെ വരാതെ നിങ്ങളടക്കം, നിങ്ങളിപ്പോൾ ചാനലുകാരാണല്ലോ, നിങ്ങളടക്കം, നിങ്ങളിപ്പോൾ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു അനുകൂലമായ മറുപടി കിട്ടാൻ വേണ്ടി, ഒരു അനുകൂലമായിട്ട് ഞങ്ങളെ ഭാഗത്ത് നിൽക്കാനാണല്ലോ നിങ്ങൾ വരുന്നത്. ഇതിപ്പോൾ ഒരാളെ ഭാഗം നിൽക്കുന്ന പ്രശ്നമല്ല, ഞങ്ങൾ പറയുന്നത് മൊത്തത്തിൽ എല്ലാവരും 100-150 കുടുംബമുണ്ട്. പിന്നെ പോകാനൊരു ഇല്ലല്ലോ ഞങ്ങൾക്കൊന്നും. അതുകൊണ്ട് ആന കുത്തിയാലും മറിച്ചാലും കൊന്നാലും ഇവിടെ തന്നെ കിടക്കുക എന്നുള്ള. ഇതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ടുണ്ട്? നഷ്ടപരിഹാരം കിട്ടൂല. നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ ഇതിപ്പോ മിച്ചഭൂമിയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ പട്ടയം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പട്ടയം കിട്ടണ്ട, പട്ടയം കിട്ടിയില്ല ഇതുവരെ. മിച്ചഭൂമിയായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നഷ്ടപരിഹാരം നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ച് നികുതിച്ചിട്ടില്ല, പട്ടയമില്ല, ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടൂല. ഒരു അനാഥ പ്രേതങ്ങളായിട്ട് 100-150 കുടുംബങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം പണിയെടുത്ത് ജീവിച്ചിങ്ങനെ പോവുക. ജീവൻ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ രാത്രി കിടക്കും, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ജീവൻ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതിലെന്തെങ്കിലും ഇപ്പോൾ പറയാം, ഇനി ഒരാനശല്യം വരാതെ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം, ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. പേര് വിമല. അതിൽ കൂടി ഒന്ന് വരുമോ? മീറ്റിങ്ങിന് കൊണ്ടുവരാം. അതായത് നിങ്ങൾ കണ്ടല്ലോ, ഈ വീടിൻ്റെ മുൻവശത്ത് ഇതുപോലെ ആനയുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. വീടിൻ്റെ മുൻവശത്താണ്, വീടിൻ്റെ സൈഡിലൊക്കെയാണ് ആന വരുന്നത്. ഇതുപോലെ ചുറ്റും ഇതുപോലെ ചുറ്റും നിങ്ങൾക്ക് ഇവിടെ ആളുകൾ താമസിക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുന്ന് മുന്നോട്ടും മറ്റ് വീടുകളിലും പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ ആന വന്നിട്ടുണ്ട്. വഴുക്കലുണ്ട്, ഇച്ചിരി ശ്രദ്ധിക്കണം. ഏതായാലും നമ്മൾ അങ്ങോട്ടും കൂടെ പോവാണ്. ആ, ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇതെന്താ ആന ചാർജ് ചെയ്താ? ആന ചാർജ് ചെയ്തു. ഓ, അവിടുന്ന് ചാടിയിട്ട് ഇതാണ്ടാ. ഇങ്ങോട്ട് ഇതെന്താ ആന? ഇപ്പം നമ്മൾ കണ്ട ആ വീടിൻ്റെ അവിടുന്ന് ആന ഇങ്ങനെയാണ് ഇറങ്ങി വന്നത്. ഇവിടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആന ചീറി അടുത്തതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഉണ്ടോ? ഇത് ഈ വീട്ടിലെ ആളെ കണ്ടിട്ട് വന്നാ? അവരെ കണ്ടിട്ട് വന്നതല്ലേ? വേറെ എവിടെയുള്ള? അവിടെ ഉണ്ട്. അതിലെങ്ങനെ പോ? 2 ആന വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞത്. ഈ ഫ്രെയിം എന്നാണ് ചാനലല്ലേ? ഈ ഫ്രെയിം മീഡിയ. ഇതിൽ വന്നിട്ടുണ്ടല്ലേ? വൈകിട്ട് ഇതിലെങ്ങനെ ഇറങ്ങി വന്നിട്ടല്ലേ? ഏലൊക്കെ ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. ഇന്നലെ ഫുള്ളായിട്ട് പണിക്ക് പോകാതെ തന്നെ പണി. അതല്ലേ? ഇതിലിറങ്ങി, വീടിന്റെ ഇതിൽ ഇറങ്ങി ഫെൻസിങ്. അത് പക്ഷേ പകുതി ആന വന്ന് ചവിട്ടി പൊട്ടിച്ചു പോയി. ഇത് വർക്കിംഗ് ഒന്നുമില്ല. ഫെൻസിങ് കണ്ടോ? ഇവിടെ വരെ ഉള്ളൂ. ഇവിടുന്നാണ് നശിപ്പിച്ചു പോയിക്കുന്നത്. ഈ ഇട്ടേക്കുന്ന ഫെൻസിങ് കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. ഫെൻസിങ് അത് ആന കളഞ്ഞല്ലേ? ഇതിലേ കയറി വരുന്നത് അല്ല, നമ്മൾ പറഞ്ഞ ബാറ്റിൽ കൂടെ വരുന്നത്. അങ്ങാണ്ട് നേരെ ഈ തോട്ടത്തേക്ക് ഇറങ്ങിപ്പോലെ. ഇത് ശരിക്കും ഫോറസ്റ്റ് ആണത്? അല്ലല്ലേ? എസ്റ്റേറ്റിന്റെ സ്ഥലം. ഈ ടാങ്കാണ് കളഞ്ഞെന്ന് പറഞ്ഞേ? അതുണ്ടല്ലോ പൊട്ടി കിടക്കുന്നു ആ സീറ്റ്. ആ സീറ്റും കൂടെ അവിടുന്ന് കവുങ്ങ് തള്ളിയിട്ട് കണ്ട പോലെ സീറ്റ് പൊട്ടി. ഈ ടാങ്കിന്റെ അപ്പുറത്തുള്ള വീട് അതങ്ങനെ പൊട്ടിച്ചാലേ? അവിടുത്തെ മെമ്പറെ വീട് സീറ്റൊക്കെ പൊട്ടി. അത് ന്യൂസിലൊക്കെ വന്നിരുന്നു. വരാന്നല്ലാതെ വേറെ ഇതുമില്ല. ഇതിലെങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലെ നിരന്ന് വീടുകൾ നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്കോടെയാണ് ആന ഇങ്ങനെ. അല്ലേ? സാരില്ല. ഇതിലൊക്കെ ഇറങ്ങി വരുന്ന പൊട്ടിച്ചാലേ?
ഏത് ഷീറ്റാണ് പൊട്ടിച്ചേ? ഓ ഇതൊക്കെ പൊട്ടിച്ചായിരുന്നു അല്ലേ? ആ അത് പുതിയ ഷീറ്റ് ഇട്ടാ അല്ലേ? ഇത് പുതിയ ഷീറ്റ് ഇട്ടാ പൊട്ടിയത്. പല തവണകളായിട്ട് പൊട്ടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥ രൂപം ഇതാണ് കേട്ടോ. ആ കവുങ്ങ് മറിച്ചിട്ടിട്ടല്ലേ? ആ കവുങ്ങ് മറിച്ചിട്ട് ഇത് പൊളിച്ചിട്ടാണ് ആന ഇങ്ങോട്ട് കയറുന്നത്. ഇത് എസ്റ്റേറ്റിൻ്റെ സ്ഥലമല്ലേ അത്? ഈ വീട്ടുകാരുടെ നേരെ ആന ചീറിയെടുത്തതിൻ്റെ പാടാണ്, ആന ചാർജ് ചെയ്ത് വന്നതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഒരു പ്രദേശത്ത് മണ്ണ് പോയി നിൽക്കുന്നുണ്ട്. ആന കാലുകൊണ്ട് മണ്ണ് തെറിപ്പിച്ച ഒരു രംഗമാണിത്. എന്താ ഇവിടെ നിന്നാണ് ആന ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കണ്ട പ്രദേശം എന്ന് പറയുന്നത് വൈത്തിരി പഞ്ചായത്തിലെ തൈലക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണ്. വൈത്തിരി പഞ്ചായത്തിലെ 7ാമത്തെ വാർഡാണ്. ആ അമ്മയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു. നമ്മൾ ആ വീടിൻ്റെ മുൻവശവും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ ഒക്കെ ഇങ്ങനെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇതെല്ലാം മിച്ചഭൂമിയാണ്. അപ്പോൾ ഏതായാലും ആളുകൾ വലിയ ദുരിതത്തിൽ തന്നെയാണ്. കാട്ടാനയുടെ പ്രശ്നം അതിരൂക്ഷമായിട്ട് തന്നെ ഇവിടെ തുടരുകയാണ്. കുറേ കാലമായിട്ട് ഇവരിത് നേരിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആന വരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകളുള്ളത്. പ്രത്യേകിച്ച് രാത്രിയിൽ ഓർക്കാപ്പുറത്തൊക്കെ ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളൊക്കെ ആനയുടെ മുമ്പിൽ ചെന്ന് വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അവരുടെ ഭാഗ്യം കൊണ്ട് ആർക്കും ജീവനൊന്നും ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ പലപ്പോഴും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് ആളുകൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായിട്ട് ഇവർ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഇതിനൊരു പരിഹാരമായിട്ട് ഇതുവരെ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവർക്ക് ഇതിന് വേണ്ട ആന ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള, ജനവാസ മേഖലയിലേക്ക് ആന വരാതിരിക്കാനുള്ള ഫെൻസിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാക്കി ആളുകളെ സുരക്ഷിതമാക്കണം എന്ന് തന്നെയാണ് അവരുടെയൊക്കെ ഒരു ആവശ്യം. ഏതായാലും വരും ദിവസങ്ങളിൽ അതിനൊരു പരിഹാരം കാണുമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.